ശബരിമലയുമായി ബന്ധപ്പെട്ട തീരുമാനം ഹൈക്കോടതിയിലേക്ക്. ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് തീരുമാനത്തിന്റെ മിനിറ്റ്സ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മണ്ഡല മകരവിളക്ക് കാലത്ത് പ്രതിദിനം 80,000 പേരെ പ്രവേശിപ്പിച്ചാൽ മതിയെന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ പോകുന്നത് ഹൈക്കോടതിയായിരിക്കും. ബിനിലുണ്ട്. ബിനിൽ, സ്വാഭാവികമായും ദേവസ്വം ശബരിമല ബെഞ്ചിലേക്കായിരിക്കുമല്ലോ ഈ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്മേലൊരു തീരുമാനം ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതാണ്. പ്രതീക്ഷ, ശബരിമല വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. ശബരിമല അടക്കമുള്ള ദേവസ്വം വിഷയങ്ങൾ പരിഗണിക്കാനായി ഹൈക്കോടതിക്ക് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് തന്നെയുണ്ട്. ആ ഡിവിഷൻ ബെഞ്ചിലേക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ആ മിനിറ്റ്സ് തന്നെ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ശബരിമലയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള മിനിറ്റ്സ് ഹാജരാക്കും. അതായത് പ്രതിദിനം 80,000 പേരായി ദർശന നടത്തുന്നവരുടെ എണ്ണം ചുരുക്കാനുള്ള തീരുമാനം, ഓൺലൈൻ ബുക്കിംഗ് മാത്രം, സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള തീരുമാനം, അതെല്ലാം തന്നെ സർക്കാർ കോടതിയെ അറിയിക്കും. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് വലിയ തിരക്കുണ്ടാകുകയും നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ഓൺലൈൻ ബുക്കിങ്ങിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സർക്കാർ തീരുമാനം ആ മിനിറ്റ്സ് ഹൈക്കോടതിയുടെ മുന്നിലെത്തിയ ശേഷം ഹൈക്കോടതിയായിരിക്കും അന്തിമമായ ഒരു തീരുമാനം എടുക്കുക. അവിടെ സ്പോട്ട് ബുക്കിംഗ് വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഓൺലൈനുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തീരുമാനം കൈക്കൊള്ളും.